ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 1 മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനിപ്പോൾ യു കെയിലാണുള്ളത്. യു കെ വന്നിട്ട് 3 വർഷമായി. ഈ 3 വർഷവും നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഫാമിലിയുമായിട്ട് നമുക്ക് ചിലപ്പോൾ സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ അതിനിടയ്ക്കും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി ഓരോ എപ്പിസോഡും വിടാതെ കാണുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു ഷോയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷോ കാണാൻ വേണ്ടി നമ്മൾ തിരക്കിനിടയ്ക്ക് സമയം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഷോ ആണ് എന്ന് കരുതിയിട്ടാണ്. അപ്പം ഈ ജെനുവിൻ ആണ് എന്ന് നമ്മൾ പറയാൻ എന്താണ് കാരണം? ഇത് ബിഗ് ബോസ് ഷോ ഒരു സമൂഹത്തിൻ്റെ ഒരു കണ്ണാടിയാണ്, സമൂഹത്തിൻ്റെ വേറൊരു മുഖമാണ്. കാരണം ഈ ഷോയിൽ വരുന്നത് പല തരത്തിലുള്ള ആൾക്കാരാണ്. പല പ്രൊഫഷനുകളുള്ള, അല്ലെങ്കിൽ പല വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, പല സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നിട്ടുള്ള, പല കാഴ്ചപ്പാടുകളുള്ള വ്യക്തികൾ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടപ്പെട്ട ഒരു സ്ഥലത്തിലേക്ക് ഒന്നിച്ചു വരികയാണ്. അപ്പോൾ അവർ എങ്ങനെ ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ ചുറ്റുമുള്ളവരോട് ഇടപെടും, അല്ലെങ്കിൽ പുറലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ അവർ കഴിയുകയാണ്. ആ ഒരു 50 അല്ലെങ്കിൽ ആ ഒരു 100 ദിവസം അവരെങ്ങനെ ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കും എന്നൊക്കെയുള്ള ഒരു പരീക്ഷണമാണ് ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന സംഭവം. അപ്പം അതിനൊരു ജെനുവിനിറ്റി ഉണ്ട്. ആ ഒരു ജെനുവിനിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അതൊരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അവിടെ എന്താണോ നടക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത് എന്നുള്ള ആ ഒരു ജെനുവിനിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഷോയെ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇത്രയും കാലം അവിടുന്ന് ഇവിടുന്നൊക്കെ പല പല ന്യൂസുകൾ, അല്ലെങ്കിൽ പല പല ആൾക്കാരും പല കാര്യങ്ങളും വന്ന് പറയുമ്പോഴും നമ്മൾ പ്രേക്ഷകർ എന്ന നിലയിൽ, ഞാനൊരു പ്രേക്ഷക എന്ന നിലയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ ഇതുവരെ ആ ഷോയിൻ്റെ ഒരു ജെനുവിനിറ്റിയിൽ വളരെ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇന്ന് വരെ. എന്ന് വെച്ചാൽ ഇന്ന് അഖിൽ മാരാര് ലൈവിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞ ആ നിമിഷം വരെ ആ ബിഗ് ബോസ് ഷോയുടെ ജെനുവിനിറ്റിയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഈ സീസൺ, അതായത് മലയാളം ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ ഒരുപാട് കണ്ടസ്റ്റൻസ് അവിടെയുണ്ട്. അപ്പോൾ ജെനുവിനായിട്ട് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതല്ലാതെ ഫേക്കായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ വളരെ ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഈ പ്രേക്ഷകരെന്ന് പറയുന്ന ആൾക്കാർ വിഡ്ഢികളൊന്നും അല്ലല്ലോ. നമ്മളും ചോറ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്താണ് അവരവിടെ ചെയ്യുന്നതെന്ന്. അപ്പം വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് 5 പേര് പോയതിൽ സിബിൻ എന്ന് പറയുന്ന ആൾക്ക് വളരെയധികം, അതായത് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനുൾപ്പെടെ സിബിനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം തന്നെ പുറത്തുണ്ടായിരുന്നു. അപ്പം അതായത് ഇവർ പറയുന്ന ആ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട്, ഒരു 5ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേന് ഇതൊരു പ്രഷർ കുക്കറായിട്ട് മാറും എന്നവർ പറയുന്നു. അപ്പോൾ അങ്ങനെ, അതായത് ഫ്രസ്ട്രേഷൻ്റെ അങ്ങേ അറ്റം, അതായത് ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ദേഷ്യം പിടിക്കും. നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നമ്മൾ ദൈവങ്ങളൊന്നും അല്ലല്ലോ, മാലാഖമാരൊന്നും അല്ലല്ലോ. അപ്പം ഈ ഓപ്പോസിറ്റ് നിന്ന ജാസ്മിൻ എങ്ങനെയാണോ സിബിൻ എന്ന് പറയുന്ന ആളെ അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ഈ ഫ്രസ്ട്രേഷനെ അങ്ങേ അറ്റത്തെത്തിയപ്പോഴാണ് സിബിൻ വളരെ, അതായത് സമൂഹത്തിന് നമ്മൾ കാണിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു ആംഗ്യം കാണിച്ചു എന്നുള്ളതായിരുന്നു ഒരു തെറ്റായിട്ട് വന്നത്. അപ്പം അത് ഒരിക്കലും ന്യായമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിലും വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ ആ ഹൗസിൽ ഉണ്ടായിരിക്കെ ലാലേട്ടൻ വന്ന ആ എപ്പിസോഡിൽ സിബിനെ വളരെ നിർത്തിപ്പൊരിക്കുകയാണ് ഉണ്ടായത്. വളരെയധികം താങ്കൾ ചെയ്തത് തെറ്റാണ് എന്ന് ഊന്നി പറഞ്ഞിട്ട് ജാസ്മിനോട് മാപ്പ് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ജാസ്മിനോട് ലാലേട്ടൻ പറയുന്നുണ്ട്, ജാസ്മിൻ ഇത്രയും വലിയൊരു സംഭവം നടന്നപ്പോഴും താങ്കൾ ക്ഷമയെ അംഗീകരിക്കാൻ ഒരു മനസ്സ് കാണിച്ചത് വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലും വലിയ തെറ്റ് കാണിച്ച ആളാണ് അവിടെ ഇരിക്കുന്ന ജാസ്മിൻ എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അത് വേറൊരു കാര്യം. പിന്നെ 2, സിബിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും സിബിൻ ഇങ്ങനെ ഞാൻ തെറ്റാണ് ചെയ്തത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴും ലാലേട്ടൻ വേറൊരു ക്വസ്റ്റ്യൻ അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീണ്ടും പ്രൊവോക്ക് ആകുന്നുണ്ടോ എന്ന്. അപ്പം സിബിൻ അതിന് ഉത്തരം പറഞ്ഞില്ല, ലാലേട്ട എന്ന് പറഞ്ഞു, പ്രൊവോക്ക് ആകുന്നില്ലെങ്കിൽ ഞാൻ പ്രൊവോക്ക് ആക്കി തരാം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് ആ എപ്പിസോഡിൽ ഏഷ്യാനെറ്റ് തന്നെ ഇട്ടിരിക്കുന്ന എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പം പ്രൊവോക്ക് ആയില്ലെങ്കിൽ ഞാൻ പ്രൊവോക്ക് ആക്കി കാണിച്ചു തരാം എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയും ഡയറക്റ്റ് നോമിനേഷനിലിടുകയൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുമോ, ഇത്രയും ഒരു പ്രഷർ കുക്കർ പോലെ നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിലിരുന്നിട്ട് ലാലേട്ടൻ ഉൾപ്പെടെ വളരെ മനസ്സ് മുറിയത്തക്ക രീതിയിൽ കുറ്റം പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തുമാത്രം മാനസികമായ സംഘർഷം ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകർ പുള്ളിക്കാരനെ ഏത് രീതിയിലാണ് കാണുന്നതെന്നൊക്കെയുള്ള ഒരു ചിന്ത. കാരണം അവർക്ക് വേറൊന്നും അവരറിയുന്നില്ലല്ലോ, പുറത്ത് ഇത്ര സപ്പോർട്ട് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ആൾക്കാർ സിബിനെ മാത്രമായി നോക്കിയിരിക്കുകയാണ്, സിബിനാണ് അവിടെ നല്ലതുപോലെ ഗെയിം കളിക്കുന്നത് എന്നാണ് ഓരോ പ്രേക്ഷകരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും പുള്ളിക്കറിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് സംഘർഷം ഉണ്ടായ സമയത്താണ് ബിഗ് ബോസിനോട് സൈക്കാട്രിസ്റ്റിനെ കാണുമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ബിഗ് ബോസ് മുതലാക്കി. കാരണം എന്നാണ് അഖിൽ മാരാര് നമ്മളോട് ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം സിബിൻ ഒരിക്കലും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പുള്ളി ലാസ്റ്റ് വന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അത് ബിഗ് ബോസ് എന്ന ഷോയുടെ ആൾക്കാരുടെ
ഗെയിം ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഷോയിൽ എന്ത് ജെനുവിനിറ്റി ആണുള്ളത്? അഖിൽമാരാർ വന്ന് തുറന്നു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഓരോ സീസണുകളിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ് സീസണിലാണ് രജിത് സാറിനെ ഇതുപോലെ തന്നെ പുറത്താക്കിയത്. അന്ന് ഞാൻ രജിത് സാറിൻ്റെ ഭയങ്കര ഒരു ഫാനായിരുന്നു. എനിക്ക് അത് പറയുന്നതിന് കുഴപ്പമില്ല, കാരണം നമ്മൾ ഒരു പ്രേക്ഷകൻ എന്ന നമുക്ക് ആരുടെ വേണേലും ഫാനാകാം. ഞാൻ രജിത് സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോഴും എല്ലാം നമ്മളിതെല്ലാം കാണുന്ന ഒരാളെന്ന നിലയിൽ രജിത് സാറിനെ ആ ഷോയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഷോ നിർത്തിവെക്കുകയും ചെയ്തു. അപ്പം അന്ന് രജിത് സാറിന് നേരെ ഉണ്ടായതും ഈ ആക്രമണം തന്നെ ആയിരുന്നിരിക്കാം. മൂന്നാമത് ഡോക്ടർ റോബിന് പിന്നെ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മ ശരിയാവുന്നില്ല. പുള്ളി ഇതുപോലെ തന്നെയായിരുന്നു പുറത്താക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സീസണിലും ഓരോ ഇരകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിലെ ഇരയായിരുന്നു സിബിൻ. പിന്നെ അടുത്ത ഒരു പക്ഷേ ഇരയാകാൻ പോകുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ജിൻഡോ ആയിരിക്കുമെന്നാണ്. കാരണം ജിൻഡോ വളരെ ജെനുവിനായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ 6 വിന്നർ ആരാകണമെന്നുള്ളത് കാര്യം നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നിരിക്കാം. അപ്പം ഇവര് കപ്പ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്ന ആ വ്യക്തി ആരാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ഇവര് കപ്പ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഒരു നല്ല ഓപ്പണന്റ് ആണ്. അതായത് ഇവർ കപ്പ് കൊടുക്കാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ആൾക്ക് നല്ലൊരു എതിരാളിയാണ് സിബിൻ എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ്. അതുമല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 വിന്നറിലേക്ക് എത്താൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരാളാണ് സിബിൻ. അതുമല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ടോപ്പ് 5 വരാൻ മാത്രം യോഗ്യതയുള്ള ഒരാളായിരുന്നു സിബിൻ എന്നിരിക്കെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 6 ആ ഒരു ഷോയിൽ നിന്ന് തന്നെ മറ്റൊരു കാരണവും കൂടാതെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കാരണം? ഇനി ഈ ബിഗ് ബോസ് സീസൺ 6 ഒരു ജെനുവിനിറ്റിയിൽ ആൾക്കാർ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലെയുള്ള ടീമുകൾ, അതായത് ഇതിന്റെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ഉൾപ്പെടെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഇതിന്റെ ജെനുവിനിറ്റി ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചു തരാതെ ഇതിന്റെ ജെനുവിനിറ്റിയിൽ ആൾക്കാർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇവർ നമ്മളോട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ഇതിന് പിന്നിൽ, അതായത് ഈ സിബിനെ പുറത്താക്കിയതിന് പിന്നിൽ ലാലേട്ടനെ കൊണ്ട് അദ്ദേഹം സ്ക്രിപ്റ്റാണ്, അതായത് അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ് അദ്ദേഹം ആ ഒരു സാറ്റർഡേ സൺഡേ വന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ പുള്ളിയുടേതായ അഭിപ്രായങ്ങൾ പറയുന്നതാണെന്ന് നമുക്ക് തോന്നുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് പുള്ളിനെ കൊണ്ട് പറയിപ്പിച്ചതും ചെയ്യിപ്പിച്ചതും എല്ലാം ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗെയിമിന്റെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇവരുദ്ദേശിച്ചിരിക്കുന്ന ആൾക്ക് കപ്പ് കൊടുക്കാനുള്ള ഇവരുടെ ഒരു പ്ലാൻഡ് ഗെയിം ആണെന്നാണ് ഞങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ സീസൺ 6 ടോപ്പ് 5 എത്താൻ യോഗ്യതയുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാൻസ്, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് സ്ട്രാറ്റജി കയ്യിലുള്ളതായി സിബിൻ, അതും അല്ലെങ്കിൽ ഒരു പക്ഷേ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് ഈ സീസൺ 6 വിന്നർ ആകാനും മാത്രം യോഗ്യതയുള്ള സിബിനെ എന്തുകൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് മാത്രം പറഞ്ഞു പോയ സിബിനെ അവിടുന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനും മാത്രം മാനസിക പ്രശ്നമുണ്ട് എന്ന രീതിയിൽ വരുത്തി തീർത്ത് പുറത്തേക്ക് വിട്ടത് എന്തുകൊണ്ടാണ്? സിബിനെ ബിഗ് ബോസ് പേടിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. കാരണം അവർ കപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന വ്യക്തിക്ക് വളരെ ശക്തനായ ഒരു എതിരാളിയായിരുന്നു സിബിൻ എന്ന് ബിഗ് ബോസ് ടീം അംഗങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് സിബിൻ പുറത്തേക്ക് പോയതെന്നുള്ളത് ഞങ്ങൾ ഓരോ മലയാളി പ്രേക്ഷകർക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. മുമ്പ് ഡോക്ടർ റോബിൻ വന്ന് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പുറത്തു പോയത് എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ അന്ന് ആ ഷോ കണ്ടതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ്. പിന്നെ അതിനെതിരായിട്ട് ആൾക്കാരൊന്നും സംസാരിക്കാനായിട്ട് പോകാൻ ഞാൻ തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് അഖിൽ മാരാർ വന്ന് പറഞ്ഞ കുറേ സത്യങ്ങൾ ആൾക്കാർ, ഓരോ വ്യക്തികളും അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ബിഗ് ബോസ് ടീം അംഗങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് അഖിൽ മാരാർ പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടി ഈ ചിന്തകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതായത് സിബിനെ ഒരു ഭയങ്കര വലിയമായ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിച്ചിരുന്നില്ല. അദ്ദേഹത്തെ പുറത്താക്കാനും മാത്രമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിന് വ്യക്തമായ കാരണങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഈ ഷോയിലുള്ള ജെനുവിനിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾ ഇനിയും ഇപ്പം 50ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുവാണ്. ഇനിയിപ്പോൾ 50 ദിവസങ്ങളൊന്നും കംപ്ലീറ്റ് ആക്കണമെന്നൊന്നും ഇല്ല. ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരെയാണ് കപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ജാസ്മിൻ ജാഫർ ആയിരിക്കാം, അതുമല്ലെന്നുണ്ടെങ്കിൽ റോക്കി ഭായി ഇടിച്ച് ഇപ്പം പല്ലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്ന നമ്മുടെ സിജോ ആയിരിക്കും. കാരണം സിജോ നല്ലൊരു ഗെയിമറാണ്, നല്ല ഒന്നാന്തരം പ്ലെയറാണ്. പക്ഷെ അദ്ദേഹത്തിന് കുറേ സമയം ബിഗ് ബോസിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതായത് ഒരു ആക്രമണത്തിന് വിധേയനായ ഒരു വ്യക്തി എന്ന നിലയിൽ വേണമെങ്കിൽ സിജോ വിന്നറായേക്കാം, അതല്ലെങ്കിൽ ജാസ്മിൻ ജാഫർ ആയിരിക്കാം. പക്ഷേ നിന്നിരുന്നെങ്കിൽ ശക്തമായി ഗെയിം പ്ലേ, അല്ലെങ്കിൽ ശക്തമായിട്ട് ഒരുപക്ഷെ നിന്നിരുന്നെങ്കിൽ ശക്തമായി കളിച്ചിട്ട് ഒരുപക്ഷെ ഉറപ്പായിട്ടും ബിഗ് ബോസ് സീസണിന്റെ വിന്നറാകാമായിരുന്ന സിബിനെ പുറത്താക്കിയതിൽ ഞാൻ പ്രതിഷേധിക്കുന്നു.
ഇത് പ്രതിഷേധമൊന്നും വലിയ കാര്യമല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ പ്രതിഷേധിക്കുന്നു. UK-ലിരുന്ന് നമ്മൾ സമയം ഉണ്ടാക്കിയിട്ട് ഈ പരിപാടി കാണുന്നത് നമ്മളെയൊക്കെ ഒരുമാതിരി എന്താ പറയുന്നത്, മന്ദബുദ്ധികളാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഇതൊക്കെ പുറത്ത് വന്ന് തുറന്നു പറയുവാനായിട്ട് അഖിൽമാരാർ കാണിച്ച ആ ഒരു ധൈര്യത്തിന് ഹാറ്റ്സ് ഓഫ്. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ഭയങ്കര ഒരു ബിഗ് സല്യൂട്ടുണ്ട്. ഞങ്ങൾക്ക് ഓരോ പ്രേക്ഷകരുടെയും കണ്ണു തുറപ്പിച്ചു. അപ്പോൾ ഇത് നമ്മളെ ഇങ്ങനെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ടീം അംഗങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഈ സ്ക്രിപ്റ്റ്, അത് അവർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വന്ന് വായിക്കുന്ന ലാലേട്ടനോട് വളരെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. താങ്കൾ, എനിക്കറിയില്ല നിങ്ങളത് മനസ്സിലാക്കും, നമ്മൾ ഈ പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട്, നമ്മൾ ലാലേട്ടൻ്റെ ഫാൻ എന്ന് പറയാൻ അങ്ങനെയല്ല പറയേണ്ടത്. ലാലേട്ടൻ നമ്മുടെ ജീവശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാൻ. അത് അത്രമാത്രം മലയാളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആദരണീയനായ വ്യക്തി. അപ്പോൾ ലാലേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു, അതായത് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ഷോയുടെ ഭാഗമാകാനായിട്ട് താങ്കൾ പോകരുത് എന്ന് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്. സീസൺ 2 രജിത് സാർ ഔട്ടായപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചതാണ് ഇനി ഒരിക്കലും ഈ ഷോ കാണുകയില്ല. കാരണം അത്രമാത്രം ആ ഷോയെ ഞാൻ സ്നേഹിച്ചിരുന്നു. രജിത് സാറിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു കേട്ടോ ഇനി ഈ ഷോ കാണത്തില്ല എന്ന്. പക്ഷെ പിന്നെയും ഒരു ബിഗ് ബോസ് എന്ന ഒരു ഷോയിനോടുള്ള ഒരു ഇഷ്ടം കാരണം ഞാൻ വീണ്ടും എല്ലാ സീസണുകളും കണ്ടിരുന്നു. അപ്പോൾ ഈ നിമിഷം ഞാൻ പറയുകയാണ്, ഇതുപോലെ അതായത് കുറേ ആൾക്കാരുടെ തുറന്ന പറച്ചിലുകൾക്ക് ശേഷം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. UK-ന്നുള്ള എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ബിഗ് ബോസ് കാണുന്ന. ഞങ്ങളെല്ലാവരും അവരുടെ എല്ലാം കൂടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, UK-യിൽ നിന്ന് ഞങ്ങളുടെ വളരെയധികം എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് ടീം അംഗങ്ങളോട് ഭയങ്കര വലിയ അഭിനന്ദനങ്ങൾ UK. അപ്പോൾ ഇതിന് ഇത്രമാത്രം ഉഡായിപ്പ് കാണിച്ച് ബിഗ് ബോസ് ഷോ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ബിഗ് ബോസ് അംഗങ്ങൾക്ക് നിങ്ങളുടെ UK-യിലുള്ള ബിഗ് ബോസ് ഫാൻസിൻ്റെ അഭിനന്ദനങ്ങൾ. ഞങ്ങൾ ഈ ഷോ ഇനി കാണുകയില്ല, ഇനി ഒരിക്കലും ഒരു സീസൺ കാണുകയില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. കാരണം വെറുത്തുപോയി മാഷെ, വെറുത്തുപോയി. കാരണം ഈ സീസൺ തുടങ്ങിയപ്പം തൊട്ട് ഉള്ള വെറുപ്പിക്കലാണ്. ഒരു കണ്ടസ്റ്റന്റ് പോലും മര്യാദയ്ക്കല്ല ഗെയിം കളിക്കുന്നത്. കുറേ പേര് വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു വിടുന്നു. ചില ആൾക്കാർ വന്നിട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കും, ചില ആൾക്കാർ വന്നിട്ട് ഷൗട്ട് ചെയ്യുന്നു, ചില ആൾക്കാർ വന്നിട്ട് മണ്ടന്മാർ കളിക്കുന്നു, ചില ആൾക്കാർ വന്നിട്ട് ഡാൻസ് കളിക്കുന്നു, ചില ആൾക്കാർ പാട്ട് പാടുന്നു, പാട്ട് പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഗെയിം ഒരു ഗെയിമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഷോയുടെ അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലാക്കി ആരും കളിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അഖിൽമാരാരൊക്കെ ഉള്ള സീസണായിരുന്നു, പോലീസ് സീസൺ എന്ന് പറയുന്നത് അതായിരുന്നു അഖിൽമാരാറിൻ്റെ സീസൺ. പിന്നെ ആ ഒരു സീസൺ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന ഒരു സീസണായിരുന്നു അഖിൽമാരാറിനുള്ള സീസൺ. അപ്പോൾ പിന്നെ ഒരു ഷോയും അതിനുശേഷം ഫസ്റ്റ് സീസണും ഏറ്റവും അടിപൊളി എന്ന് പറയുന്ന ഫസ്റ്റ് സീസണായിരുന്നു. നമ്മുടെ പേളിമണിയും ശ്രീനിഷും നമ്മുടെ ശ്വേതാമേന, രഞ്ജിനി, സാബുചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി സീസണിലായിരുന്നു തുടക്കം. അതിനുശേഷം പിന്നുള്ള സീസണുകളൊക്കെ കണക്കായിരുന്നെങ്കിലും ഡോക്ടർ റോബിനൊക്കെ അത്രയും ഫാൻസൊക്കെ പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊണ്ടായിരുന്നു. രജിത് സാറിന് ഫാൻസ് ഉണ്ടായി. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഏറ്റവും നല്ല സീസണായിരുന്നു അഖിൽമാരാറിൻ്റെ സീസൺ. അഖിൽമാരാറിനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളോടും കാഴ്ചപ്പാടുകളോടും സംസാരത്തിനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു ഫാനാണെന്ന് പറയുന്നില്ല, അഖിൽമാരാറിനെ ആ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും കടപ്പാടും എല്ലാം കൊണ്ട് അഖിൽമാരാറിനോടൊരു ഇഷ്ടമുണ്ട്. അപ്പം അതെ, ഇനി ബിഗ് ബോസ് എന്ന് പറയുന്ന ജെനുവിനിറ്റി ഇല്ലാത്ത ഈ ഒരു ഷോ ഞങ്ങൾ കാണുകയില്ല എന്ന് UK-യിൽ നിന്ന് ഞങ്ങൾ അറിയിച്ചു. അപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു.